ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. നല്ല ഉച്ച സമയത്ത് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉടുപ്പിയിലാണ്. ഉടുപ്പിയിൽ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഉടുപ്പിയിൽ വന്നാൽ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ സെൻറ്റ് മേരീസ് ഐലൻഡ്. അത് മാൽപേ ബീച്ച് ഏരിയയിൽ വരണം. ഇവിടുത്തെ ഹാർബറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡെന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. ഷിപ്പ്യാർഡുണ്ട്, അതിനപ്പുറത്ത് കുറേ ബോട്ട്സൊക്കെ ഉള്ളൊരു ഫിഷിംഗ് ഹാർബറുണ്ട്. അത് കഴിഞ്ഞാൽ ഇത് മാൽപേ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ട്. ഇവിടുന്ന് തന്നെയാണ് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനുള്ള ഫെറീസ് ബോട്ട് സർവീസ്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്ത് കയറി പോകണം. ഓക്കെ, നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒതുങ്ങിയൊരു ഷെയ്ഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതൊരു പാർക്ക് ഏരിയ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ പാർക്ക് ഏരിയ. 1.5 വെയിൽ. ഞാൻ കുടയും കൊണ്ടുവന്നില്ല. ഒരു കുട മേടിക്കണം എന്ന് വിചാരിച്ചു, അതിനുള്ള സമയം കിട്ടിയില്ല. ഫൈനലി കുട മേടിച്ചു. ഇവിടെ സൈഡിൽ കുട, ഹാറ്റ് എല്ലാം വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് റിഫ്രഷ്മെൻറ്റ് കാര്യങ്ങൾ, വെള്ളം കുടിക്കാനുള്ളത്, ജ്യൂസ് അങ്ങനെയൊക്കെ കിട്ടും. എന്ത് വെയിലറിയോ, ഇപ്പോൾ ശരിക്കും 4 മണി ആകുന്നു. ഓൾമോസ്റ്റ് 3:50 ആയി. ഇവിടെ കുറേ ഹാറ്റ് ഷോപ്സ് ഉണ്ട്. ഇവിടെ തൊപ്പിയാണ് ഏറ്റവും ആവശ്യം. ഓക്കെ, പിന്നെ ഐസ്ക്രീംസ്, ജ്യൂസുകൾ, കുൽഫി മുതലായ കാര്യം. ബോട്ടിംഗ് ടു സെൻറ്റ് മേരീസ് ഐലൻഡ് ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസിന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പോയി ടിക്കറ്റ് എടുക്കുന്നു, എന്നിട്ട് ബോട്ടിൽ കയറി പോകുന്നു. ഇവിടെ അങ്ങോട്ട് പോകാൻ 350 റുപ്പീസാണ് ഒരു ടിക്കറ്റിൻ്റെ റേറ്റ്. പിന്നെ അവർക്കൊരു മിനിമം ആൾക്കാർ ഇത്ര വേണമെന്നുണ്ട്. 30 പേരാണ് ടോട്ടലായിട്ട് ആ ഫെറിയിൽ പോകുന്നത്. ഇപ്പോൾ നമ്മളാകെ ഒരു 10 പേരേ ഉള്ളൂ. കുറച്ച് ആൾക്കാരും കൂടി വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. പിന്നെ മൊബൈൽ ഫോൺസിൽ ഫോട്ടോ എടുക്കാം, അങ്ങനത്തെ കാര്യത്തിനൊക്കെ കൊണ്ടുപോകും. അല്ലാതെ ക്യാമറ വരികയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് പൈസ കൊടുത്ത് പെർമിഷൻ വാങ്ങിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ചെയ്യാൻ പോകണേ ഉള്ളൂ. നമ്മുടെ സൈഡിലുണ്ടായിരുന്ന ബോട്ട് മാറി പതുക്കെ പോകുന്നു. അതിനപ്പുറത്തൊരു ബോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഫിഷിംഗ് ബോട്ടാണ്. അത് ഹാർബറിലേക്ക് പോവുകയാണ്. ഇത് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് കടലിലൂടെയുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ മെയിനായിട്ടും ലൈഫ് ജാക്കറ്റ്സ് മാൻഡേറ്ററി ആണ്, വളരെ നിർബന്ധമാണ്. നല്ല കാര്യമാണ്. കാര്യം നമുക്കാർക്ക് നീന്തറിയില്ലല്ലോ. കടലിലേക്കാണ് പോകുന്നത്. ഒരു 1/2 hour എടുക്കും സെൻറ്റ് മേരീസ് ഐലൻഡ്. ഇത് സംഭവം കൊള്ളാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവാണേ. ഇപ്പോൾ നല്ല ഇങ്ങനെ കടലിലൂടെ ആ വേവ്സ് അനുസരിച്ച് ഇങ്ങനെ നല്ലൊരു സ്വേയിങ്ങിൽ ഇങ്ങനെ പോവാം. പോരാത്തതിന് ഇവിടെ മ്യൂസിക് വിട്ടിട്ടുണ്ട്. ആഹാ, അവിടെ കാണുന്ന ആ വലിയ ബിൽഡിംഗ് ആണ് ആ ഷിപ്പ്യാർഡ്. അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ ഉൾക്കടലിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് വലിയ ബോട്ട്. ഇനി ചെറിയ ബോട്ടിലേക്ക് എല്ലാവരും കയറ്റും, എന്നിട്ടാണ് ഐലൻഡിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് അടുപ്പിക്കുകയാണ് ഈ ചെറിയ ബോട്ട്. ഇത് തായ്ലൻഡിൽ പോയതുപോലെയായി. വെള്ളത്തിൽ കൂടി ഇറങ്ങി നടന്നു വേണം നമ്മൾ ഐലൻഡിലേക്ക് കയറാൻ. ഓക്കെ, കാലിലെ ഷൂസൊക്കെ കയ്യിൽ ഊരി പിടിക്കുക. ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നടന്നു പോകണം. യാ, നൈസ്. പക്ഷേ ലാസ്റ്റ് ബോട്ടാണിത്. ഇത് തിരിച്ച് 5:45 പോകും. ഇപ്പോൾ 5 മണിയായി. എന്നിട്ടും വെയിൽ നോക്കിയേ. ഒരു 45 മിനിറ്റ്സിൽ ഈ ബോട്ടിൽ തിരിച്ചു പോകാനായിട്ട് ഇവിടെ വരണം. നല്ല 1-ാം തരം മണ്ണും. സെൻറ്റ് മേരീസ് ഐലൻഡ്. വെൽക്കം. സാരി പറ്റിയ വേഷം അല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ. സോറി, ഞാൻ ഓർത്തില്ല. ദാഹിക്കുന്നു. ഷുഗർ കെയിൻ കൗണ്ടറിൽ ആളില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ജ്യൂസ് നോക്കട്ടെ. ഇത് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഡബിളാണ് ചാർജ്. 60 രൂപ ഫോർ വാട്ടർമെലൺ. ഓക്കെ, ഇനി മുന്നോട്ട് പോകാം. ഇനിയാണ് മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ 1498 വാസ്കോ ഡ ഗാമ ലാൻഡഡ് അറ്റ് സെൻറ്റ് മേരീസ് ഐലൻഡ് ഓൺ ഹിസ് ജേർണി ഫ്രം പോർച്ചുഗൽ. ഇവിടെ വന്നിട്ട് ഒരു ക്രോസ് വെച്ചു ഈ ഐലൻഡിൽ. എന്നിട്ട് വൺ ഓഫ് ദീസ് ഐലൻഡ്സിന് പേര് വിട്ടു, ഓ പാഡ്രാവോ ഡി സാന്റാ മറിയ, ആസ് എ ഡെഡിക്കേഷൻ ടു മദർ മേരി.
ബിഫോർ പ്രൊസീഡിങ് ടു കാലിക്കറ്റ്, കോഴിക്കോട് ഇൻ കേരള. കേരളത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ വന്നൊരു കുരിശൊക്കെ അവിടെ സ്ഥാപിച്ച് മദർ മേരിയുടെ പേരിൽ മറിയ, സന്താ മറിയ എന്നൊക്കെ പേരിട്ടിട്ടാണ് പോയത്. ആ പേരിൽ നിന്നാണ് ഇപ്പോൾ ഈ ഐലൻഡിന് സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന് പേര് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാസ്കോ ഡ ഗാമയ്ക്ക് ഹിസ്റ്ററി പ്രകാരം ഒരു റൂളുണ്ട്. സെൻറ്റ് മേരീസ് ഐലൻഡ് ഓൾസോ നോൺ ആസ് കോക്കനട്ട് ഐലൻഡ് ആൻഡ് ടോൺസിപ്പാർ, സെറ്റ് ഓഫ് 4 small islands, okay, in the Arabian Sea off the coast of Malpe in Udupi, കർണാടക, സ്റ്റേറ്റ് ഓഫ് കർണാടക. ലാവ ഫോർമേഷനാണ് ഇതെല്ലാം. ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള പാറകളാണ് ആ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ഉള്ളത്, കോളംനർ ബസാൾട്ടിക് ലാവ. അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ബസാൾട്ട് ഓഫ് സെൻറ്റ് മേരീസ് ഐലൻഡ് വാസ് ഫോം ബൈ സബ് ഏരിയൽ സബ് വോൾക്കാനിക് ആക്ടിവിറ്റി ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം മഡഗാസ്കർ വാസ് അറ്റാച്ച്ഡ് ടു ഇന്ത്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദ റിഫ്റ്റിംഗ് ഓഫ് മഡഗാസ്കർ ടുക്ക് പ്ലേസ് അറൗണ്ട് 88 million years ago. ഓക്കെ, മഡഗാസ്കർ പണ്ട് ഇന്ത്യയായിട്ട് ചേർന്നിരുന്നു എന്നാണ് പറയുന്നത്, അറ്റാച്ച്. അത് കഴിഞ്ഞ് അത് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുമായിരുന്നു, വലിയ വോൾക്കാനിക് ഇറപ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട്. ഇപ്പോഴത്തെ കഥ എന്നാലും പറഞ്ഞത് 88 million yearsന് മുന്നേ ഉള്ള, അത് റിസർച്ചിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ സബ് വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫോർമേഷൻ ഓഫ് റോക്സ് വന്നതെന്ന് പറയുന്നു. ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അത്, ദ ഒൺലി വൺ ഓഫ് ഇറ്റ്സ് ടൈപ്പ് ഇൻ ഇന്ത്യ. പക്ഷേ നമ്മൾ സ്കോട്ട്ലൻഡ് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ. അയർലൻഡിലുണ്ട് അതുപോലെ. ഇതാണ് ഹെക്സഗണൽ ഫോമിലുള്ള റോക്ക് ഫോർമേഷൻസ് ആണ് ഈ കാണുന്ന കടലിൽ. അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇത്, കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയാണ്. പിന്നെ മണലെന്ന് പറഞ്ഞ സംഭവം ഇവിടെ കുറവാണ്. ഒരു 12 വർഷം മുന്നേ നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് സെൻറ്റ് മേരീസ് ഐലൻഡിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ റോക്കിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തറ നോക്കിയാൽ കംപ്ലീറ്റ് ചിപ്പികൾ മാത്രമാണ്, ചിപ്പി ഷെൽസാണ്, മണ്ണില്ല. ചെരുപ്പില്ലാണ്ട് നടക്കാൻ കുറച്ച് പാടാണ്. ഇതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ, വെരി വെരി സ്പെഷ്യൽ. സാധാരണ പോലെയല്ല, ഒരു ബീച്ച് പോലെയല്ല. ചിപ്പി കൊണ്ടുള്ള പൊടികളുടെ മണലിന് പകരം അതാണ് കൂടുതലുള്ളത്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കടലിൽ കാല് നനയ്ക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വാവ്, അവിടെ എല്ലാം അതുപോലത്തെ ഓക്സഗണൽ ഫോർമേഷൻസാണ്. ചുറ്റും നല്ല ബ്ലാക്ക് കളറിലെ റോക്ക് ഫോർമേഷൻസ്. അതാണ് എൻ്റെ ഒരു ബ്യൂട്ടി. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത പാറ, ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ പാറയുടെ ഇടയിലേക്ക് വരാം. ഓക്കെ, ആക്ച്വലി സാരി അല്ല വേണ്ടിയത്, സ്ലിപ്പറിയാണ് കുറച്ച് ആ ഭാഗത്തേക്കൊക്കെ. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. വെള്ളം ഇങ്ങനെ അടിച്ചു കയറി വരും ചിലപ്പോൾ കേട്ടോ, ചിലപ്പോൾ ഇങ്ങനെ പൊക്കത്തിന് വരും. ആ വേവ്സിൻ്റെ ഇതുപോലെയാണ്. പക്ഷെ ഇവിടെ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കണം, ഇവിടെ കുറച്ച് വെറ്റാണ്. ലെറ്റ്സ് സീ. ദേ വന്നു അടുത്ത വേവ്, ചിലപ്പോൾ ഇങ്ങോട്ട് വരും. വാവ്, നമുക്ക് ആ പാറയിലൊക്കെ കയറി നിൽക്കാനൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ സ്ലിപ്പറി റോക്സ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പ്ലീസ് ഡോണ്ട് അറ്റംപ്റ്റ്. അതുകൊണ്ട് പക്ഷേ ഇതിപ്പോൾ സേഫാണ്, ഇവിടെ വേറെ വാർണിംഗ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു കറക്റ്റ് പൊസിഷനിലാണ്, പേടിക്കാണ്ട് ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റും. അയ്യോ, എൻ്റെ കണ്ണാടി. ഓ, ബ്യൂട്ടിഫുൾ അല്ലേ ഇവിടെ. പക്ഷേ ഇച്ചിരി വെയിൽ കൂടുതലാണെന്നേ ഉള്ളൂ. ഓ, രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ പാറകളുടെ ഇടയിലൊക്കെ സേഫായിട്ടുള്ള സ്ഥലത്ത്, ഇതൊന്നും അത്ര സേഫ് അല്ലാത്ത സ്ഥലമല്ല. റെഡ് ഫ്ലാഗ് വെച്ചിട്ടുള്ള ഭാഗത്തേക്കൊന്നും പോകണ്ട, സ്ലിപ്പറിയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ വേവ്സ് വന്നും പോയിരിക്കും. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ആ സൈഡും ഈ സൈഡും ഒക്കെ കറങ്ങി നടക്കും. സൂര്യൻ അവിടെ നിൽക്കുകയാണ്. ഇച്ചിരി കൂടെ താഴെ വന്നാൽ ഇപ്പോൾ സമയം ഏകദേശം 5:15 കേട്ടോ. ഇന്നൊരു ഹാഫ് ആൻ അവറിൽ നമ്മൾ തിരിച്ചു പോകും. ഇത് ഇവിടുത്തെ റോക്ക് ഫോർമേഷൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം. ഇങ്ങനെയൊക്കെ പണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഫ്ലേവേഴ്സ് ഇന്ത്യക്ക് വന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തെല്ലാം നമുക്ക് പോകാൻ പറ്റുമായിരുന്നു, അവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്, കാരണം ഡേഞ്ചർ സംതിങ്. അപ്പോൾ അവിടെ ഫെൻസ് ചെയ്തിട്ടുണ്ട്, ചില ഭാഗത്തേക്കൊന്നും വിടുന്നില്ല, അങ്ങനെയല്ല. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതൊക്കെ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. സോ നൈസ്. ഓക്കെ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. പിന്നെ സാൻഡ് എന്ന് പറയുന്നത് സാൻഡല്ല, ചിപ്പിയാണ്. അതായത് ചിപ്പിയുടെ പൊടികളാണ്. അങ്ങനെ ഭയങ്കര സാൻഡായിട്ടുള്ള സ്ഥലമല്ല. ഇറ്റ്സ് നോട്ട് എ സാൻഡി ബീച്ച്. ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ സൺ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടുത്തെ ഒരു രീതി, ഫോട്ടോഗ്രാഫ്സിനും റീൽസിനും ഒക്കെ. ഇപ്പോൾ കുറച്ച് കത്തി നിൽക്കുന്ന സമയമാണ്, പക്ഷേ അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് പോകാറാകും. ലാസ്റ്റ് ബോട്ട് വിൽ ബി ഗോയിങ്. കോഷൻ എഴുതിയാലും ആൾക്കാർ കയറും. നോക്കി, സ്ലിപ്പറിയാണ് റോക്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എങ്കിലും ഫോട്ടോസിന് വേണ്ടി കയറുന്നു. നോക്കി, ഇതെല്ലാം ഷെല്ലാണ്. ഷെല്ലിൻ്റെ മേളിൽ കൂടെ നമ്മൾ നടക്കണേ.
ഓഹോ, ഡിഫറെൻറ്റ് സ്റ്റൈലാണിത്. ഇതുപോലെ ഒരു ബീച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. മാംഗ്ലൂർ ഉടുപ്പി വരികയാണെങ്കിൽ ഉടുപ്പി ടൗണിൽ നിന്നൊരു 7-8 കിലോമീറ്റർ അകത്ത് സഞ്ചരിച്ചാൽ മതി ഇവിടെ വരാം. പിന്നെ ഫെറിയിലാണല്ലോ ബാക്കി. പ്ലാസ്റ്റിക് കുപ്പികൾ അതെല്ലാം കളക്ട് ചെയ്ത് കളർ ചെയ്ത് ആർച്ച് പോലെ കെട്ടി വെച്ചിരിക്കുന്നു. നോക്കി നമ്മൾ ചെറിയ ബോട്ടിൽ കയറ്റി വലിയ ബോട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും ആ സമയമായപ്പോൾ എത്തിയിട്ടുണ്ട്. 5:45 ഇവിടെ എത്താൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. ആദ്യം കുറച്ച് നനഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചൊന്ന് വെച്ചിട്ടിരിക്കുവാണ്. ബോട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും കയറി തുടങ്ങി. ഞാനും കയറാൻ പോകുന്നു. ഈ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മുടെ വലിയ ബോട്ടിലേക്ക് പോകണേ. ഈ ഒരു ട്രിപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് എന്താ അറിയോ, നമ്മുടെ തായ്ലൻഡ് ട്രിപ്പാണ്. ഒരു ഗ്രൂപ്പ് ടൂറായിട്ട് ഞാൻ പോയില്ലേ തായ്ലൻഡിൽ. അവിടെ ഇതുപോലെ കുറേ ഐലൻഡ് ഹോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും, നമുക്കൊരു ടൈം തരും. ആ ടൈമിൽ നമ്മൾ റെഡി ആയിരിക്കണം. അതുപോലെ ഓക്കെ, ലെറ്റ്സ് ഗോ. വലിയ ബോട്ടിൻ്റെ അടുത്തെത്തി. ഇനി നമ്മൾ ചെറിയ ബോട്ടിൽ നിന്നും വലിയ ബോട്ടിലേക്ക് കയറുന്ന പ്രോസസ്സിലാണ്. അയ്യോ, ഭയങ്കര കുലുക്കം. വേവ്സിൻ്റെ ഒരു കടലിൻ്റെ ഓളം അനുസരിച്ച് നമ്മളിങ്ങനെ കുലുങ്ങി കൊടുക്കും. സൂക്ഷി കയറും ഇറങ്ങുമൊക്കെ വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, സണ്ണിങ്ങനെ കുറഞ്ഞ് വരുന്നു. ഇപ്പോൾ 5:45, എന്നാലും നല്ല വെയിലുണ്ട്. ജസ്റ്റ് വണ്ടർഫുൾ ഡേ, ഒരു രക്ഷയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ബോട്ടിൻ്റെ പിന്നാലെ വലിച്ചുകൊണ്ട് വരുന്ന നോക്കിയാൽ നമ്മൾ വന്ന ചെറിയ ബോട്ട് ഇങ്ങനെ വലിയ ബോട്ട് വലിച്ചിട്ട് വരും. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ വേറൊരു ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും വലിച്ചു ആ ബോട്ടിന് എന്തോ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് വലിച്ചുകൊണ്ട് വരുന്നതാണ്. അങ്ങനെയല്ല കേട്ടോ, ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത് അവിടെ വരെ നമുക്ക് വലിയ ബോട്ടും അത് കഴിഞ്ഞാൽ ചെറിയ ബോട്ടും വേണമല്ലോ. തിരിച്ച് അവരെ കൂടി കൊണ്ടിങ്ങനെ വരുന്നു. ഓക്കെ, നമ്മളിനി അടുത്ത മാൽപ്പയിലെ നമ്മൾ കയറിയ ബോട്ട് ജെട്ടിയിൽ അവിടെ എത്തുന്നു. ബോട്ട് അടുപ്പിക്കുന്നു, ഇറങ്ങുന്നു. ലൈഫ് ജാക്കറ്റൊക്കെ മാറ്റാം. ഒരു 3 ബോട്ട് ഇങ്ങനെ അടുക്കി ഇട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. അപ്പോൾ ആ 2-3 ബോട്ടിനകത്തൂടെ നടന്നാണ് ഇവിടെ എത്തി. 1 ബോട്ട്, പിന്നെ അടുത്ത ബോട്ടിൽ കയറി അതിൻ്റെ അടുത്തോടെ ഇങ്ങനെ ചവിട്ടി വരികയാണ്. ഓക്കെ, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പ് കഴിഞ്ഞു. സെൻറ്റ് മേരീസ് ഐലൻഡ് മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രിപ്പ് തന്നെയാണ്. മാംഗ്ലൂർ ഉടുപ്പിയൊക്കെ വന്നാൽ, ഉടുപ്പിക്ക് വളരെ അടുത്താണ്, 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി ബൈ റോഡ് ഇവിടെ വരാം. മാൽപ്പേ ബീച്ചിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു സീ വാക്ക് ഉണ്ട്, ഒരു പാലം, അതിനടുത്താണ് ഈ ബോട്ട് ജെട്ടി. അവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ സിറ്റിയിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. തിരിച്ച് വരുന്ന എല്ലാവരും ടയർഡായിരിക്കും. അവിടെ നിന്ന് വെള്ളം കുടിച്ചാലും ഇവിടെ വന്നിട്ട് റിഫ്രഷ്മെൻ്റ് ഉണ്ടാവും. ഇവിടെ കുൽഫി, നല്ല കുൽഫി, ഞാനത് പിസ്ത കുൽഫി മേടിച്ചു. കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ. ഇവിടെ ഐഡിയലിൻ്റെ ഒരു ഫുഡ് കോർട്ട് ആൻഡ് ഐസ്ക്രീം പാർലറും ഉണ്ട്. നമ്മൾ മാംഗ്ലൂരിൽ കണ്ടില്ലേ, കട്ട്ബഡ് ഐസ്ക്രീം എല്ലാം ഉണ്ട്. ഐഡിയൽ കഫേയുടെ ഒരു ഔട്ട്ലെറ്റ്. നമ്മളിപ്പോൾ ഉടുപ്പി ടൗണിൽ നിൽക്കുകയാണ്. ഓ മൈ ഗോഡ്, നല്ല തിരക്ക് പിടിച്ച് നഗരക്കാഴ്ചയാണ്. സന്ധ്യാസമയം, പക്ഷേ സൺസെറ്റ് ആയിട്ടില്ല. 6:30 ഒക്കെ ആയി. ഇവിടെ ഒരു ചെറിയ കടയാണ് കേട്ടോ. ഈ വെള്ളത്തിനിടയിൽ ഒരു കുഴിക്കടയാണ്, കുഴിക്കകത്തോട്ടാണ്. നല്ല പാവ് ഭാജി കിട്ടുന്ന കടയാണ്. ഇവിടുത്തെ വലിയ ഫേമസ് ആണ്. നല്ല തിരക്കുമുണ്ട്. വൈശാലി പാവ് ഭാജി ചാറ്റ് സെൻറ്റർ. ഇവിടുത്തെ തിരക്ക് കാണുന്നുണ്ടല്ലോ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പാവ് ഭാജി ആൻഡ് ചാട്ട് സെൻ്ററാണ് കേട്ടോ. വൈശാലി പാവ്. ഇത് റോഡ്, ഇത് അവിടെ നിന്ന് താഴോട്ട് കുഴിക്കാത്താണ്. ഇതൊരു അണ്ടർഗ്രൗണ്ട് പോലെയാണ്. ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നത് കമ്പാരിറ്റീവ്ലി ഒരിടത്ത് കാണാറില്ലല്ലോ. ഇങ്ങനെ ബൺസ്, പാവ് ബൺസ് ഇങ്ങനെ മുറിച്ചിട്ട് ഭാജിയുടെ ഭയങ്കര ഡെലിക്കസി ആയിട്ടാണ് എല്ലാവരും ഇവിടെ കാണുന്നത്.
ഹോട്ട് ഹോട്ട്. വെരി നൈസ്. കൊള്ളാല്ലേ? കുഴിക്കാത്ത കട. ഓക്കെ, ഇതൊരു ക്രൗഡാന്ന് നോക്കി. എല്ലാവരും കയ്യിൽ വെച്ച് തന്നെയാണ് കഴിക്കുന്നത്. കുറേ പേർക്ക് ഇരിക്കാം, കുറേ പേര് ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടുപ്പിയിൽ വന്നാൽ വരാൻ മറക്കണ്ട. ചാട്ട്സും പാവ്ഭാജിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ കിട്ടുന്നത് പാവ്ഭാജി, മസാലപ്പൂരി, സേവ് പൂരി, ദഹിപൂരി, സമോസ ചാട്ട്, വടാപാവ്, സമോസ ആൻഡ് അതർ ജ്യൂസ് ഐറ്റംസ്. സോഫ്റ്റ് പാവ് കേട്ടോ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. സമയം ഇപ്പോഴത്തെ സൺസെറ്റ് ആയി കഴിഞ്ഞു. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ട്വിലൈറ്റ് സമയമാണ്, സന്ധ്യ നേരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ അനുഭവങ്ങളാണ്. എന്ത് വ്യത്യസ്തമായ ഫീലാണ് അല്ലേ? ഓരോ അങ്ങനത്തെ കട, ആൾക്കാരൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ച. ഇവിടുത്തെ ആൾക്കാരെല്ലാം എന്ത് സന്തോഷത്തോടെ കഴിക്കുന്നതെന്നൊക്കെ. എൻജോയിങ് ദിസ് ദ ചാട്ട്. ദഹി പൂരി. ഇത് ആക്ച്വലി ഒരെണ്ണം അങ്ങനെ തന്നെ കൊള്ളാം കേട്ടോ. എൻ്റെ ഏറ്റവും സന്തോഷം സക്സസ് ആയും. സാധാരണ എനിക്ക് ബേൽപൂരിയോ ഈ പാനിപൂരിയൊക്കെ ഇങ്ങനെ ഒറ്റ പൂരി ഇങ്ങനെ വായിക്കാൻ തീർച്ചാൻ ഭയങ്കര പാടാണ്. സക്സസ്ഫുള്ളി ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ്, വെരി നൈസ്. ദിസ് ഇസ് ദഹിപൂരി. ഇവിടെ നിന്ന് അടുത്ത പരിപാടി ലൈം സോഡ. വാവ്, ജസ്റ്റ് ലൈം സോഡ. വൈശാലി പാവ്ഭാജി ചാട്ട് സെൻറ്റർ മറക്കണ്ട. സിസിന് ഉടുപ്പി. ഗൂഗിൾ മാപ്പിൽ കിട്ടും അന്വേഷിച്ചാൽ. അതൊരു കുഴിക്കടയാണ്. അതിൻ്റെ മുകളിലേക്ക് വേറെ ഒരുപാട് കടകളുണ്ട്. ഓക്കെ, അങ്ങനെ വൈശാലി പാവ്ഭാജി ഷോപ്പിൽ നിന്ന് കയറുകയാണ്. താഴെ നിന്ന് മുകളിലേക്ക് കയറി. ഇത് മെയിൻ സിറ്റി, ഒരു ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലം. അടിപൊളിയായിരുന്നു പാവ്ഭാജി ഷോപ്പിലെ ഫുഡ്. സൂപ്പർ. ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് ശരിക്കും ടിപ്പിക്കൽ ഉടുപ്പി ഡിഷൊന്നും അല്ലല്ലോ, പാവ്ഭാജിയും ചാട്സും ഒക്കെ. അതിപ്പോൾ എവിടെ ചെന്നാലും കിട്ടും. പക്ഷേ ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ്. ഇനി ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചുറുമുറ വിൽക്കുന്നൊരു കടയുണ്ട്, അങ്ങോട്ട് പോകാം. തിരക്ക് പിടിച്ച സിറ്റി പ്രൊമൈസസിൽ തന്നെയാണ്. കാർ ഈ ഭാഗത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഏരിയയിലേക്ക് എത്തി. ഇത് ഉടുപ്പിയിലെ ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷൻ. ധാരാളം വാഹനങ്ങൾ വരുന്നു പോകുന്നു, നിറയെ ആൾക്കാർ. ഇവിടെ കംപ്ലീറ്റ് പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. എക്സ്പ്രസ് പല പ്രൈവറ്റ് ബസ്സും വരുന്നുണ്ടല്ലോ ഉടുപ്പി എന്ന് പറഞ്ഞിട്ട് ഡെസ്റ്റിനേഷൻ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിത് ഉടുപ്പി. തിരക്കാണല്ലോ, രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ശകല സ്ഥലമില്ല, കണ്ടില്ലേ? അപ്പോൾ ചർമുറി എന്ന് പറയുന്ന കാര്യം മാംഗ്ലൂർ ഉടുപ്പി സൈഡിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ചെറിയ സ്നാക്കാണ്. ഇങ്ങനെ പൊരി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് തരുന്നതാണ്. ഇത് നല്ല ഫേമസ് ആണ്. ഒരു കുഞ്ഞു കടയാണ്, മാർക്കറ്റ് ഏരിയയിലാണിത്. പുള്ളി ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ്, കുറേ പൊരിയൊക്കെ ഇട്ടിട്ട്. അടുത്തോട്ട് പോയി. കപ്പലണ്ടി, പൊരി, കുറച്ച് ഓയിലാണ്. എന്താ കഴിക്കുന്നത്? വെള്ളം, ഓയിൽ. ഓക്കെ, കോക്കനട്ട് ഓയിൽ. നമ്മുടെ തേങ്ങ എണ്ണ, കോക്കനട്ട് ഓയിൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് പൊരി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചർമുറി എന്നാണ് അതിന് പറയാം. ചർമുറി. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ടൊമാറ്റോ, മല്ലിയില, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ലൊരു, പിന്നെ കുറച്ച് പച്ച മാങ്ങ അരിഞ്ഞതിടും. എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി വരും. ഇതെങ്ങനെയാണ് ഇത്. ദിസ് ഇസ് ദ ചർമുറി. ഓക്കെ, താങ്ക് യു. ചാട്ട് സലാഡുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെന്താ ഉണ്ടാക്കുന്നത്? ചാട്ട് സലാഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം കേട്ടോ. ആ പൊരിയുടെ ഒരു കറുമുറ പ്ലസ് എരിവും എല്ലാം ഉണ്ട്. പച്ചമാങ്ങ, ടൊമാറ്റോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, പൊരി എല്ലാം കൂടി വരുമ്പോൾ മല്ലിയില, സവാള, നല്ല കരുതരിപ്പും ഉണ്ടാവും. പിന്നെ കപ്പലണ്ടി. അടിപൊളിയാട്ടോ. ചർമുറി, മാംഗ്ലൂർ ഉടുപ്പി സ്പെഷ്യൽ ഇസ് മേക്കിംഗ് എ ചാട്ട് സലാഡ്. ടൊമാറ്റോ, വെള്ളരിക്ക, ഒരു ഓർഡർ അനുസരിച്ച് ചെയ്യുകയാണേ.
ഉപ്പ്, മുളക് പൊടി, ചാറ്റ് മസാല, കുറേ ഉള്ളി അരിഞ്ഞതും, മല്ലിയില, പച്ചമാങ്ങ, കുറച്ച് നാരങ്ങ നിരവിക്കാൻ വന്നു. ഇതാണ് ചാറ്റ് സലാഡ്. അതിൻ്റെ മുകളിൽ ചർമുറിയും കൂടി ഇട്ട് കൊടുക്കും ആ ചാറ്റ് സലാഡിൻ്റെ മുകളിൽ. പിന്നെ സേവ് ഇടുന്നുണ്ട്, അതുകൊള്ളല്ലോ. കുറേ സാധനങ്ങൾ. അങ്ങനെ ഇനി ക്യാരറ്റും ചെയ്യിടുന്നു. അയ്യോ. ബീട്രൂട്ട്. പേരാണ് ചന്ദ്രു ചർമുറി. എത്ര വർഷം? 16 years. ഇവിടെ തന്നെ സെയിം പ്ലേസ്? ഓക്കെ. ഇത് ടെമ്പിൾ അടുത്തല്ലേ? ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ്, ബാക്ക് സൈഡിലായിട്ട് വരും. ഇവിടെ ഉടുപ്പി മാംഗ്ലൂർ ടേസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചനയാണ്. ഈ ചർമുറി എന്ന് പറയുന്ന കാര്യം ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. അതും മസ്റ്റ് കഴിക്കേണ്ട സാധനം. എന്ത് വില? 40 രൂപയാണ്. 1 പ്ലേറ്റ്. നിറയുണ്ട്, തീരുന്നില്ല, അത്രയ്ക്കുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എല്ലാം. ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയയാണ്, ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ്. കട, നമ്മുടെ പാത്രങ്ങളൊക്കെ കിട്ടുന്ന കട, 1 gram ഗോൾഡ് ജ്വല്ലറി. പിന്നെ അവിടെ ഒരു സിൽക്ക് പാലസ് എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് ക്ലോത്ത്സിൻ്റെ സാരി കട. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഈ റോഡിൽ. കണ്ടോ ഒരു ഗേറ്റൊക്കെ കണ്ടോ? ടെമ്പിളിലേക്ക് ആ ടെമ്പിൾ റോഡാണ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. നമ്മുടെ കാറ് കുറേ ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാറ് ഇത് 1 way ആണ് കേട്ടോ, നടന്നൊക്കെ ഇന്ന് തിരിച്ച് നടന്നു പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ചുറുമുറി കടയിൽ ഭയങ്കര തിരക്ക് കൂടി വരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഉടുപ്പിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. കൂടുതൽ കാഴ്ചകൾ എത്തി എങ്കിലും ഞാൻ കണ്ടു തുടങ്ങി എങ്കിലും ഇനിയും ഉടുപ്പി വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ